നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ച കാര്യമാണ്. മെറ്റൽസ് ആയിക്കോട്ടെ, എനി മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ആറ്റത്തിൻ്റെ ഉള്ളിലേക്കും നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട്. ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചാപ്റ്ററുകളിൽ അല്ലേ, കഴിഞ്ഞിട്ടില്ല, 13ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്ററിൽ ന്യൂക്ലിയസിനെ പറ്റി പഠിക്കാനുണ്ട്. സോ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. അതിന് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാത്തിനെ നമ്മൾ ഷെല്ല് അഥവാ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. സോ ഈ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നും നമുക്കറിയാം. ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ഇൻക്രീസസ് അല്ലേ, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുമ്പോൾ അട്രാക്ഷൻ കൂടുതലാണ്. സോ ഇൻ മെറ്റൽസ് ലോഹങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഔട്ടർമോസ്റ്റ് ഷെല്ല്, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്തിരിക്കുന്നു? ഫീബ്ലി അട്രാക്റ്റഡ്, വളരെ ദുർബലമായിട്ട് മാത്രമേ അട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ. അവയ്ക്ക് എനർജി കൂടുതലായിരിക്കും, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അവർക്ക് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള പറ്റില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. സച്ച് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് ഫ്രീ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. വാലൻസ് ഷെല്ലിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഫീബ്ലി അട്രാക്റ്റഡ് വിത്ത് ന്യൂക്ലിയസ് ആണ്. പക്ഷേ they have no permission to go out from the metal surface. നമുക്കറിയാം, such electrons are known as free electrons, right? See, ആ ഇലക്ട്രോൺസിന് എന്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല? cannot go out from the metal surface. Why? കാരണം അതിൽ ഓൾറെഡി ഫീബ്ലി ആണെങ്കിൽ കൂടി ന്യൂക്ലിയസ് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്യാനുള്ള എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ ക്യാൻ മൂവ് ഔട്ട് ഫ്രം ദ മെറ്റൽ സർഫസ്. സോ ആ എനർജി കൊടുക്കുന്നത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ എനർജി കൊടുത്തു, ഒരു മെറ്റലിലേക്ക് സർട്ടൈൻ മെത്തേഡിലൂടെ എനർജി കൊടുത്തു. ആ എനർജി ആദ്യം ആര് അബ്സോർബ് ചെയ്യുന്നു? ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുകയും ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്യുകയും അവരെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സച്ച് ഫിനോമിന ഈസ് നോൺ ആസ് ഇലക്ട്രോൺ എമിഷൻ. അങ്ങനെ പുറത്ത് കടന്നിട്ടുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് എന്തെന്ന് പറയാം? സച്ച് ഇലക്ട്രോൺസ് ആർ നോൺ ആസ്, അതിനെ നമുക്ക് പുറത്ത് പോയ ഇലക്ട്രോൺസ് അല്ലെ, വാലൻസ് ഷെല്ലിലുള്ള ആ ഇലക്ട്രോൺസിനെ നമുക്ക് എന്തെന്ന് പറയാം? എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. പുറത്ത് കടന്നിട്ടുള്ള ഇലക്ട്രോൺസ്. ആ എനർജിയുടെ പേരിലാണ് അത് അറിയപ്പെടുക. എന്നിരുന്നാലും കോമൺലി നമുക്ക് എന്തെന്ന് പറയാം? എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം, റൈറ്റ്? സോ ഇലക്ട്രോൺ എമിഷൻ, ദ ഫിനോമിന ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ ബൈ അബ്സോർബിങ് എനർജി ഇൻ സർട്ടൈൻ മെത്തേഡ്സ്. പല മെത്തേഡ്സിലൂടെ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ലൂസ്ലി ബൗണ്ടഡ് വിത്ത് ന്യൂക്ലിയസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്തു, പുറത്തേക്ക്, എവിടുന്ന് പുറത്തേക്ക്? മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് ജമ്പ് ചെയ്തു. സച്ച് ഫിനോമിന ഈസ് നോൺ ആസ് ഇലക്ട്രോൺ എമിഷൻ. ബേസ്ഡ് ഓൺ ഹൗ ദ സഫിഷ്യൻറ്റ് എനർജി ഈസ് സപ്ലൈഡ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, സഫിഷ്യൻറ്റ്. കുറച്ച് എനർജി കൊടുത്താൽ പോരാ, ഒരു പർട്ടിക്കുലർ എനർജി കൊടുക്കണം. എന്താ പർട്ടിക്കുലറിനെ നമുക്ക് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? പർട്ടിക്കുലർ എനർജി എന്ന് പറയുന്നുണ്ട് എന്താണ്? അതായത് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രീ ഇലക്ട്രോൺസ് ആയാൽ കൂടി, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആയാൽ കൂടി, ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിലും അതിനെന്തു ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി വേണം. ദാറ്റ്സ് വൈ വി ആർ സേയിങ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് സപ്ലൈഡ്. ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നു എന്ന് നമുക്കറിയാം. സഫിഷ്യൻ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ നടക്കും. എങ്ങനെ, ഏതൊക്കെ രീതികളിൽ എനർജി കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോൺ എമിഷൻ ആർ ഓഫ് 4 types. First one is thermionic emission. Second one is field emission or cold cathode emission.
third one is photoelectric emission, and final one is secondary emission. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. തെർമിയോണിക് എമിഷൻ. ഒരു മെറ്റലിന് നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു, അതിനെ ചൂടാക്കി ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അതിന് ടെമ്പറേച്ചർ കിട്ടി, അതിന് എനർജി കിട്ടി, ഹീറ്റ് എനർജി കിട്ടി. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള പുള്ളിനെ ഓവർകം ചെയ്ത് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നു. സച്ച് ഫിനോമിന ഈസ് നോൺ ആസ് തെർമിയോണിക് എമിഷൻ. എനർജി എങ്ങനെ കൊടുത്തേ? സഫീഷ്യൻറ്റ് എനർജി ഈസ് സപ്ലൈഡ് ത്രൂ ഹീറ്റിംഗ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നെയിം ഈസ് തെർമിയോണിക് എമിഷൻ. അങ്ങനെ പുറത്ത് കിടക്കുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് പറയാവുന്ന പേരാണ് തെർമിയോൺസ് എന്ന് പറയാം. തെർമിയോൺസ് എന്നോ അല്ലെങ്കിൽ തെർമൽ ഇലക്ട്രോൺസ് എന്നോ നമുക്ക് പറയാം. തെർമിയോൺസ് എന്നോ തെർമൽ ഇലക്ട്രോൺസ് എന്നോ നമുക്ക് പറയാം. തെർമിയോൺസ് ഓർ തെർമൽ ഇലക്ട്രോൺസ് എന്നാ പേരിന് പറയാം. ആരെ? ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ഡ്യൂ ടു തെർമിയോണിക് എമിഷൻ. ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് ഷെല്ലിൽ ആ മെറ്റലിനെ ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി കിട്ടി. ആ എനർജിയുമായിട്ട് അവർ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയ ഇലക്ട്രോൺസിനെ നമുക്ക് തെർമിയോൺസ് ഓർ തെർമൽ ഇലക്ട്രോൺസ് എന്ന് പറയാം. സച്ച് ഫിനോമിന ഈസ് നോൺ ആസ് തെർമിയോണിക് എമിഷൻ. റൈറ്റ്. എമിഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കിടക്കുക. എങ്ങനെ പുറത്ത് കിടക്കണം? തെർമൽ എനർജി, ഹീറ്റ് എനർജി കിട്ടിയിട്ട് പുറത്ത് കിടക്കുക. ഫീൽഡ് എമിഷൻ ഓർ കോൾഡ് കാഥോഡ് എമിഷൻ. എങ്ങനെയായിരിക്കാം? ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഒരു മെറ്റലിലേക്ക് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം കൊണ്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ ഓർ കോൾഡ് കാഥോഡ് എമിഷൻ. ദെൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇറ്റ്സ് എ ഫിനോമിന. അതൊരു ഫിനോമിന തന്നെയാണ്. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതിലും എന്ത് തന്നെയാണ് നടക്കുന്നത്? ഇലക്ട്രോൺസ് പുറത്ത് കിടക്കുന്നു. എങ്ങനെയാണ് ഇലക്ട്രോൺസ് പുറത്ത് കിടക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് പറഞ്ഞത് സർ. ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു മെറ്റലിൻ്റെ സർഫസിൽ വന്ന് വീണപ്പോൾ ആ ലൈറ്റിൽ നിന്നും, അതാണ് ഫോട്ടോൺ, ആ ലൈറ്റിൽ നിന്നും എനർജി ആർക്ക് കിട്ടി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് കിട്ടി. സോ വാട്ട് ഹാപ്പൻസ്? ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആ എനർജി അബ്സോർബ് ചെയ്തു, ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്തു, അവർ നേരെ പുറത്തേക്ക് കടന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അങ്ങനെ പുറത്ത് കിടക്കുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. സച്ച് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. സെക്കൻഡറി എമിഷൻ, അതായത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾസ് ഒരു മെറ്റലിൽ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി കിട്ടുകയും അവർ പുറത്ത് കടക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ തെർമിയോണിക് എമിഷനിൽ എത്ര ഇലക്ട്രോൺസ് പുറത്ത് കടന്നു എന്നുള്ളത്, അതാണ് നമ്പർ ഓഫ് തെർമിയോൺസ്. പുറത്ത് കടന്ന ഇലക്ട്രോൺസിനെ തെർമിയോൺസ് ആണ് പറയണത്. നമ്പർ ഓഫ് തെർമിയോൺസ് എമിറ്റഡ് എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഹീറ്റ്. ആ വരുന്ന ഹീറ്റ് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ എത്ര ഇലക്ട്രോൺസ് പുറത്ത് കടന്നു എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ? അതിൻ്റെ തീവ്രത. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇൻക്രീസസ്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ പുറത്ത് കിടക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഇലക്ട്രോൺ എമിഷൻ എന്നുള്ള കാര്യത്തിലേക്ക് പറയാനുള്ളത്. ഒപ്പം നമ്മളൊരു കാര്യം കൂടി അറിയണം. ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് പുറത്തേക്ക് കടക്കത്തുള്ളൂ. പറഞ്ഞില്ലേ? കാരണം എന്താ? ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഫീബ്ലി ആവാം, ദാറ്റ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. അട്രാക്ഷൻ ഉണ്ട്, ചെറുതായാൽ കൂടി അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? പുറത്ത് കടക്കത്തുള്ളൂ. സോ നമ്മൾ തെർമൽ ആയിട്ടോ ഫീൽഡ് എമിഷൻ ആയിട്ടോ ഫോട്ടോ ലൈറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ കൊളീഷൻ നടത്തിയാലോ ഏത് രീതിയിൽ വേണേലും എനർജി കൊടുക്കാം. പക്ഷേ അത് ഒരു സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കണം. ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്ന എനർജി ആയിരിക്കണം. ആ എനർജിക്ക് നമ്മളൊരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്ന 50, അല്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് 50.
നമ്മൾ എന്താ പറഞ്ഞത്? വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ അതിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? വർക്ക് ഫംഗ്ഷൻ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ 5-0. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി. ഒരു ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി required for an electron to overcome the attractive pull of nucleus and to escape out from the metal surface. എന്താണ്? It is the, what is that? It is the minimum amount of energy. It is the minimum amount of energy. It is the minimum amount of energy. That's very important. Minimum or sufficient amount of energy. ആർക്ക് വേണ്ടതാണ്? For it required for an electron. Required for an electron. Required for an electron. എന്തിനു വേണ്ടിയിട്ടാ? To escape out from the metal surface. ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു എസ്കേപ്പ് ഔട്ട് ഫ്രം ദ മെറ്റൽ സർഫസ്. മെറ്റലിൻ്റെ സർഫസിൽ നിന്നും പുറത്ത് കിടക്കണം. എന്തിനെ ഓവർകം ചെയ്തുകൊണ്ട്? ബൈ ഓവർകമ്മിങ് ദ അട്രാക്റ്റീവ് പുൾ ഓഫ് ന്യൂക്ലിയസ്. ദാറ്റ് മിനിമം എമൗണ്ട് ഓഫ് എനർജി ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 5-0. ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ.